വരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുക്കലെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെയേറെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഇതാ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. സാരമില്ല കേട്ടോ, എൻ്റെ പൊന്നുണ്ട് അസുഖമെല്ലാം ഉണ്ണീശോ മാറ്റിത്തരും. ഇത് ക്രിസ്മസ് അല്ലേ? റിയമ്മ എത്ര നാളായി സാന്റയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. എന്താ സാന്റ വരാത്ത? റിയമ്മൾക്ക് ഇനി സാന്റയെ കാണാൻ പറ്റുമോ? സാന്റയുടെ സമ്മാനം വാങ്ങാൻ പറ്റുമോ? മോളുടെ അസുഖം എല്ലാം ഉണ്ണീശോ മാറ്റിത്തരും. എൻ്റെ പൊന്നൂസ് ശരിക്കും ആഗ്രഹിച്ചാൽ സാന്റ വരും. ക്രിസ്മസിന് എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകുന്ന ആളല്ലേ. എൻ്റെ പൊന്നൂസിന് സാന്റ സമ്മാനം തരും കേട്ടോ. അപ്പ എപ്പോഴാ അമ്മ വരുന്നേ? അപ്പോടെ എത്ര തവണ പറഞ്ഞതാ സാന്തയുടെ അടുത്ത് റിയമോളെ കൊണ്ടുപോവാൻ? എൻ്റെ മോൾ ഉറങ്ങി എണീക്കുമ്പോൾ അപ്പ ഇവിടെ ഉണ്ടാവും. ഇന്ന് എന്തായാലും പാതിര കുർബാനയ്ക്ക് നമുക്ക് ഒരുമിച്ച് പോണം. അതിനാ അപ്പ ലീവ് എടുത്ത് നാട്ടിൽ വരുന്നത്. മോൾ ഉറങ്ങിക്കോട്ടോ. അപ്പ വരുമ്പോ സാന്തയെ കാണാൻ കൊണ്ടുപോവോ? എൻ്റെ പൊന്നു കണ്ണടച്ച് നന്നായിട്ട് ഉറങ്ങിക്കോ. അപ്പ വരുമ്പോ അമ്മ വിളിക്കാട്ടോ. ദേ അമ്മ ലൈറ്റ് ഓഫ് ചെയ്യുവാണേ. Santa Puerto. My dear Oriekuti, welcome to Santa's Wonderland. ദൂരെ 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 ദൂരെ. ആണോ? അപ്പൊ എങ്ങനെയാ വന്നത്? കണ്ടില്ലേ, മോള് കണ്ടിട്ടില്ലേ? റെയിൻഡിയേഴ്സ് മഞ്ഞിലൂടെ യാത്ര ചെയ്യാൻ ബെസ്റ്റാ. മഞ്ഞ് എന്ത് രസം ഇതൊക്കെ കാണാൻ. സാന്ത എങ്ങനെ ഇത്ര തണുപ്പത്തൊക്കെ യാത്ര ചെയ്യുന്നേ? ഞാൻ ആദ്യമായിട്ടാ മഞ്ഞൊക്കെ കാണുന്നേ. ഈ സാന്റാസ് വണ്ടർലാൻഡിൽ എന്റെ റിയക്കുട്ടിനെ എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഈ മഞ്ഞ് കണങ്ങൾ കണ്ടോ? ഇതുപോലെ തൂമഞ്ഞു പെയ്യുന്ന തണുത്ത രാത്രിയിലാണ് ഈശോ ജനിച്ചത്. ഹായ്, ദേ ഈ മരങ്ങളിലൊക്കെ മഞ്ഞ് പെയ്ത് കിടക്കുന്നതാണ്. എന്ത് രസമല്ലേ സാന്റ? അപ്പൊ ഈ സാന്റാസ് വണ്ടർലാൻഡ് എന്റെ റിയക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയല്ലേ? അതാണ് ക്രിസ്മസ് ട്രീ. ഈ നിത്യഹരിതമായ മരങ്ങളും ക്രിസ്മസ് റീത്തും ഗാർലൻസും ഒക്കെ സൂചിപ്പിക്കുന്ന എന്താണെന്നറിയാവോ റിയക്കുട്ടിക്ക്?
അത് നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കുന്നതാണെന്നാ പറയാ. അതിന്റെ ഷേപ്പ് കണ്ടോ, ഇങ്ങനെ മുകളിലേക്ക് ആകാശത്തിലേക്ക് ത്രിത്വൈക ദൈവത്തിലേക്ക്. എന്ത് രസാലേ. സാന്റ, നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരുന്നാലോ? ആ മടുത്തോ എന്റെ റിയക്കുട്ടി? ഇരിക്കാം വാ. സാന്റ, ഒരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്ക്. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉണ്ണീശോ ജനിച്ചത് ആദ്യം അറിയിച്ചത് മാലാഖമാരാണ്. സാന്റയുടെ വണ്ടർലാൻഡില് മാലാഖമാരൊന്നുമില്ലേ? അപ്പൊ റിയക്കുട്ടിക്ക് അറിയാം മാലാഖമാരെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ക്രിസ്മസ് ആദ്യം അറിയിച്ച മാലാഖമാർ. കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എനിക്ക് വയ്യ ജോസഫ്. നീ ഇവിടെ ഇരിക്കൂ, ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം എടുത്തു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. റിയമോളെ, വേഗം എണീക്ക് മോളെ. കുളിച്ച് റെഡിയായി നമുക്ക് ക്രിസ്മസ് കുർബാനയ്ക്ക് പോവാട്ടോ. ദേ അപ്പ ഇപ്പൊ എത്തും. എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നാ പറഞ്ഞേ. മാലാഖമാരോ? സാന്റയോ? എന്താ പൊന്നു ഈ പറയുന്നേ? ദേ വേഗം എണീറ്റേ, കുളിച്ചേ. അപ്പ വന്നു എന്നാ തോന്നണേ കേട്ടോ. റിയമോളെ, ഹായ്, ദേ പപ്പ. എന്റെ റിയമോള് ഒത്തിരി ആഗ്രഹിച്ചല്ലേ സാലേ കാണാനായിട്ട്.
അതുകൊണ്ട് അപ്പ എയർപോർട്ടിൽ നിന്ന് നേരെ പോയി ഡ്രസ് മേടിക്കാനാ. ഇതാ റിയമോടെ സാന്റ. ഞാൻ കണ്ടല്ല എന്റെ സാന്റയെ. ഞാൻ സ്വപ്നത്തിൽ കണ്ട സാന്റയും അപ്പയെ പോലെ തന്നെയായിരുന്നു. ആണോ? ശരിക്കും? ശരിക്കും. ഞാൻ സാന്റയുടെ കൂടെ ഒരുപാട് സ്ഥലത്ത് പോയല്ലോ. ക്രിസ്മസ് ട്രീനെയും സ്റ്റാർസിനെയും റേഡിയേഴ്സിനെയും മാലാഖമാരെയും മഞ്ഞും എല്ലാം കണ്ടു. ആഹാ, റീക്കുടി ഹാപ്പി ആയല്ലോ. നമുക്ക് പാതിരക്കുപ്പായ്ക്ക് പോകണ്ടേ? മരിയ, വേഗം കൊച്ചിനെത്തിക്കൂ. ഈ ക്രിസ്മസ് നമ്മുടെ മോക്ക് വേണ്ടിയുള്ളതാ. അതേ, കൊച്ചെന്തൊക്കെയോ സ്വപ്നം കണ്ടുന്നാ തോന്നുന്നേ. ഇപ്പൊ ദേ അപ്പായും കൂടി വന്നപ്പോ റിയമോൾ ഹാപ്പി. എന്റെ മോളിന് അടുത്ത് വന്നേ. ഔസേപിതാവ് ഉണ്ണീശോ എത്ര പോലെ ഞാൻ എന്റെ പൊന്നു മോളിൽ നിർത്തോട്ടെ. ഇതാണ് ക്രിസ്മസ്. ജീവിത പരിസരങ്ങളിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് ചങ്കു പറിച്ചു പോടടിക്കുമ്പോൾ നീയും നിങ്ങളും ക്രിസ്മസ് ആവുകയാണ്. ദേവപുത്രന്റെ യേശുവിന്റെ ജന്മദിനം നാം ആഘോഷിക്കുന്നു. ദേശകാല വ്യത്യാസമില്ലാതെ, ജാതിമത ഭേദമില്ലാതെ ലോക ജനതയിൽ ഉത്സാഹവും ആഹ്ലാദവും നിറയ്ക്കുന്ന ഒന്നാണ് യേശുവിന്റെ തിരുപ്പിറവി. ക്രിസ്മസ് കൂട്ടായ്മയുടെ തിരുനാളാണ്. പരസ്പരം കേക്ക് പങ്കുവച്ചും നക്ഷത്രങ്ങൾ തൂക്കിയും മെറി ക്രിസ്മസ് പറഞ്ഞുമെല്ലാം നാം ആഘോഷിക്കുന്ന ദിവസങ്ങളാണിവ. സെന്റ് ജോർജ് ചർച്ച് പുത്തൻപള്ളിയുടെ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
ദൈവപുത്രന്റെ തിരുപ്പിറവി നമ്മളിൽ എല്ലാവരിലും ആത്മീയമായ സന്തോഷവും സമാധാനവും നിറയ്ക്കട്ടെ. നമ്മുടെ ഇടവകയിൽ നടന്ന കരോൾ ഗാന മത്സരം യൂണിറ്റുകളിൽ ആഹ്ലാദവും ഉത്സാഹവും എല്ലാം നിറച്ചതാണ്. 16 യൂണിറ്റുകൾ പങ്കെടുത്ത മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയ കരോൾ ഗാനങ്ങൾ നമുക്കിന്ന് ആസ്വദിക്കാം. ആദ്യമായി 2ാം സ്ഥാനം നേടിയ സെന്റ് ഡോൺ ബോസ്കോ യൂണിറ്റിന്റെ മനോഹരമായ കരോൾ ഗാനം നമുക്ക് ആസ്വദിക്കാം. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാൻ കാതോടും കേട്ടിരുന്നു ദൈവം നിലക്കുമെന്ന് കണ്ണും കണ്ണും
പൈതലിനാൻ കാതോടു കാതോടും കേട്ടിരുന്നു ദൈവം കൃപയാക്കുമെന്ന് കണ്ണും കണ്ണും വളരെ മനോഹരമായിട്ട് മിക്കവാറും എല്ലാ നക്ഷത്രങ്ങളുമാണ് ഈ ചുരുക്കിയപ്പോൾ ഈ പ്രദർശിപ്പിച്ചു. ആര് ഫസ്റ്റ് സെക്കൻഡ് എന്ന് നിശ്ചയിക്കാൻ വിധികർത്താക്കൾക്ക് പോലും ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ അത്ര കോമ്പറ്റേറ്റീവ് സ്പിരിറ്റോടുകൂടി
അത്ര മനോഹരമായിട്ട് ദാരിദ്ര്യവും ബുദ്ധിമുട്ടുള്ളിടത്ത് സമൃദ്ധിയുടെ കൃപയും അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കാം. ഓരോ ക്രിസ്മസും ഒരു പുക്കാരമാണ്. നമ്മളെ ദൈവം സ്നേഹിക്കുന്നു എന്നതിനെ ആവർത്തിച്ചൊരു പ്രഖ്യാപനമാണ്. ദൈവം ഈ ഭൂമിയെ കൊണ്ട് മടുത്തിട്ടില്ലായിരുന്നു, ഈ സ്വർഗം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ എപ്പോൾ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനം. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ നന്മകൾ നേരുക. നിങ്ങളുടെ മനസ്സിൽ 1000 പൂക്കൾ വിരിയട്ടെ എന്നും ജീവിതത്തിൽ 1000 ചന്ദ്രനുകൾ ഉദിക്കട്ടെ എന്നും സ്നേഹത്തിൻ്റെ കൈത്തിരികളുമായി മാലാഖമാർ സ്വർഗീയ ഗീതങ്ങൾ പാടി നിങ്ങളുടെ കിനാവുകളെ സുന്ദരമാക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്മസിൻ്റെ നന്മകളും